കോഴിക്കോടും ഷിഗല്ല ബാധ സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് മാവൂരിലാണ് 54-കാരിക്ക് ഷിഗല്ല എന്നുള്ള സംശയങ്ങൾ വരുന്നത്. കാരണം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഷിഗല്ലയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ കാണിച്ചതോടെ ചെറുപ്പ ആരോഗ്യ വിഭാഗത്തിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു കോഴിക്കോട് നിന്നും. അനഘ, വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. പല ജില്ലകളിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, നിലവിൽ കോഴിക്കോട് മാവൂർ സ്വദേശിയായിട്ടുള്ള 53-കാരിക്കാണ് ഇപ്പോൾ ഷിഗല്ലയാണോ എന്നുള്ള സംശയം ഉടലെടുക്കുന്നത്. അത് കഴിഞ്ഞ ദിവസമാണ് ഈ ചെറുപ്പയിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഈ 53-കാരിയെ പ്രവേശിപ്പിച്ചത്. ആ സമയത്താണ് ഷിഗല്ലയുമായി സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചത്. അതിനെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നത് ഷിഗല്ലയാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യ വകുപ്പ്, ആരോഗ്യ പ്രവർത്തകർ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ ഷിഗല്ല സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതോടുകൂടി ഈ മാവൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി ഇവിടെയുള്ള കിണറുകളിലും മറ്റുമൊക്കെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഷിഗല്ലയിൽ ഈ 53-കാരി എവിടെ നിന്നാണ് വെള്ളം കുടിച്ചത്, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകർ പരിശോധിക്കുന്നത്. നിലവിൽ ആ പ്രദേശത്തെ കിണറിലൊക്കെ തന്നെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തുടരെ ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. 4 മരണമാണ് ഈ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 4 പേർ ഷിഗല്ല രോഗബാധയെ തുടർന്ന് ചികിത്സയിലുണ്ട്. അതിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പ്രവർത്തനം. പക്ഷേ ഈ രീതിയിൽ ഷിഗല്ല വ്യാപനം തുടരുമ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ക്ലോറിനേഷൻ അടക്കം, അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിൽ പരിശോധനകൾ, അതുപോലെ ഈ പ്രദേശങ്ങളിലെ കിണറുകൾ ക്ലോറിനേഷൻ അടക്കം ഒരു വൈകിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു മെല്ലെപ്പൊക്കുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രത കുട്ടികളടക്കം രക്ഷിതാക്കളും അടക്കം പുലർത്തണമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളമടക്കം അത് തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ. പലയിടങ്ങളിൽ നിന്നും വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കണം എന്നുകൂടി ആരോഗ്യ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.